ഗായ്സ്, ഇന്ന് നമ്മൾ മാംഗോ പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അഹാന കൃഷ്ണൻ്റെ കണ്ട് കോപ്പിടിച്ചുണ്ടാക്കുന്ന മാംഗോ പുഡിങ്ങാണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ മാംഗോ പുഡിങ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മാംഗോ വേണം, പിന്നെ ബ്രെഡ് വേണം. അഹാന വീറ്റ് ബ്രെഡാണ് യൂസ് ചെയ്തത്, ഞാൻ വൈറ്റ് ബ്രെഡാണ് എടുത്തേക്കുന്നത്. പിന്നെ പഞ്ചസാര വേണം, ഹണി യൂസ് ചെയ്യാം. എനിക്ക് ഹണിയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഷുഗർ എടുത്തത്. പിന്നെ തേങ്ങാപ്പാൽ, പിന്നെ ഒരു ബൗൾ. അപ്പോൾ ഇത്രയാണ് നമുക്ക് മാംഗോ പുഡിങ് ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ബ്രെഡിൻ്റെ 4 സൈഡും കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ബ്രെഡെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബൗളിലാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. സ്ക്വയർ ട്രീ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ വീട്ടിൽ സ്ക്വയർ ട്രീ ഇല്ല. അപ്പോൾ ഞാൻ ഈ ഒരു ബൗളിലാണ് ഇത് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഫില്ല് ചെയ്യാൻ പോകണം. ശരിക്കും പറഞ്ഞാൽ സ്ക്വയർ ട്രീ ആണ് ഏറ്റവും നല്ലത്. ഇതിൽ ഫില്ല് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ സ്ക്വയർ ട്രെയിലായിരുന്നു ഉണ്ടാക്കേണ്ടിയിരുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ ഭംഗിയും ഇതിലുണ്ട്. കുഴപ്പമില്ല, എണ്ണാർക്കണേൽ തന്നാലായെന്നാണല്ലോ. അപ്പോൾ ഞാനിതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യട്ടെ, എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ആഹാരം ചുമ്മാ ഭംഗി വാക്ക് പറഞ്ഞായിരിക്കുമെന്ന്. പക്ഷെ ഇത് കൊള്ളാം, നല്ലൊരു റെസിപ്പിയാണ്. അധികം സാധനങ്ങളൊന്നും വേണ്ട, വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച്, അതായത് ബ്രെഡ് മാത്രം നമുക്ക് എക്സ്ട്രാ വാങ്ങിച്ചാൽ മതിയല്ലോ. വെച്ച് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.